ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അമല് നമുക്ക് ആരാണോ പണി തരുന്നത്, നമ്മളൊക്കെ ജീവിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന നാനാ ഭാഗത്തു നിന്നും കഷ്ടപ്പെടുന്ന ആളുകളാണ് ഞാനും നിങ്ങളും, അല്ലേ? നമ്മൾ ഒരു ഭാഗത്തു നിന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇസ്സത്തും അഭിമാനവും നമ്മുടെ സാമ്പത്തികവും ആരോഗ്യവും ഒക്കെ നമ്മളൊരു ഭാഗത്തു നിന്ന് കഷ്ടപ്പെട്ട് ഉയർത്തി കൊണ്ടുവരുമ്പോൾ ചില ജാഹിലീങ്ങൾ, ചില വൃത്തികെട്ട ആളുകൾ, ചില അസൂയ ഉള്ള സ്വഭാവമുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്? അപ്പുറത്ത് നിന്നും നമ്മളെ തകർക്കാൻ വേണ്ടി സിഹറും മറ്റു മാരണപ്പണികളും ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും തകർത്ത് കളയുന്നു, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരറ്റം മുട്ടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കിടന്ന് പെടാപ്പാട് പെടുമ്പോൾ നമുക്ക് ഓൾറെഡി കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ ഇമ്മാതിരി സിഹറും ഇമ്മാതിരി മാരണപ്പണികൾ കൊണ്ടും ചില വൃത്തികെട്ട മനുഷ്യരെ നമ്മളെ സമീപിക്കുന്നുണ്ട്. ചില ആളുകളെ അള്ളാഹു നമുക്ക് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ചില ആളുകളെ നമുക്ക് അറിയാം ഇന്ന ആളാണ് ചെയ്തിട്ടുള്ളതെന്ന്. ചില ആളുകൾക്ക് നമുക്ക് അറിയില്ല ആരാണ് ചെയ്തിട്ടുള്ളതെന്ന്, അല്ലേ? ഏതായിരുന്നാലും ചെയ്യുന്നവനും റബ്ബും, അവർക്കുള്ളത് റബ്ബ് കൊടുത്തോളും. ഏതായാലും നമുക്ക് ഇത്തരം ആളുകൾ നമുക്ക് പണി തരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവരെ ഒന്ന് ഒതുക്കിയിടേണ്ടി വരും. അത് അവരെ ആക്രമിക്കാൻ പോകണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ വെറുതെ വന്ന് നമ്മളെ തല്ലുന്നു. നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്നു അവൻ തല്ല് നിർത്തുമെന്ന് കരുതിയിട്ട്. പക്ഷെ അവർ തല്ല് നിർത്തണില്ല. അവരിങ്ങനെ വെറുതെ വന്ന് നമ്മളിങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കുക. നമ്മളിങ്ങനെ വെറുതെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ക്ഷമിക്കുന്നുണ്ട്, സഹിക്കുന്നുണ്ട്. നമ്മൾ ക്ഷമിച്ച് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പടി തെറ്റുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കും. ആ പ്രതികരണം ചിലപ്പോൾ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യായിരിക്കും, ചിലപ്പോൾ അവരെ തിരിച്ചടിക്കും, അങ്ങനെ പലതും ചെയ്യും. എന്നാൽ നമ്മൾ നിരന്തരം തല്ലുന്ന ആളെ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ ആ കൈയൊന്ന് തൽക്കാലം ഒന്ന് കെട്ടിയിടുക. ആ കൈ കൊണ്ട് അടിക്കുകയാണല്ലോ. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, അവരെ തിരിച്ചടിക്കണ്ട, അവരെ വേദനിപ്പിക്കണ്ട, ഒന്നും ചെയ്യണ്ട. തൽക്കാലം നമ്മളെ ഭാഗത്തേക്ക് അടിക്കാൻ വരുമ്പോൾ ആ കൈ ഒന്ന് ലോക്ക് ചെയ്തിരുന്ന പോലെ, ആ കൈ നമ്മളടുത്തേക്ക് വരാതിരിക്കാൻ ഒരു മറ കെട്ടുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ശത്രുക്കൾ, നമുക്ക് പണി തരുന്ന ആളുകൾ നമുക്ക് പണി തരുമ്പോൾ അത് നമ്മളിൽ നിന്നും എന്ത് ചെയ്യണം? വിട്ടുപോകണം. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഇവിടെ ചികിത്സക്ക് വരുന്ന സമയത്ത് ആളുകൾ വിഷയങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ ഓപ്പണായിട്ട് അങ്ങ് പറയണം, ഉസ്താദേ എനിക്കറിയാം എൻ്റെ മരുമകളാണ് എനിക്കിത് ചെയ്തത്, അല്ലെങ്കിൽ ഉസ്താദേ എനിക്കറിയാം എൻ്റെ അയൽവാസിയാണ് എനിക്കിത് ചെയ്തത്, എൻ്റെ എളാപ്പാൻ്റെ മോളാണ്, അല്ലെങ്കിൽ അവനാണ്, എൻ്റെ കൂട്ടുകൂടിയ കച്ചവടക്കാരനാണ്, എൻ്റെ അപ്പുറത്ത് കച്ചവടം ചെയ്യുന്നവനാണ്. ഇങ്ങനെ പരസ്യമായിട്ട് വളരെ വ്യക്തമാകുന്ന രീതിയിൽ ഇവിടെ വന്ന ആളുകൾ ചിലർ പറയാറുണ്ട്, ഇന്ന ആൾ ചെയ്തു, ഇന്ന ആളാണെന്നുള്ളത്. ചെയ്തവനും റബ്ബുമായിക്കോളും, നമ്മൾ ആളെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞു നടക്കരുത്, ഇന്ന ആളാണ് നമ്മൾ ശത്രു, അല്ലെങ്കിൽ ഇന്ന ആൾ സിഹർ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ആയത് നമ്മൾ പറഞ്ഞു നടക്കരുത്. കാരണം ഒരാളെക്കുറിച്ച് ഉള്ളത് പറയലും ഇല്ലാത്തത് പറയലും എന്താണ്? അഴീബത്താണ്, അല്ലേ? ഒരാളെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തത് പറയലും അഴീബത്താണ്. അപ്പോൾ പിന്നെ നമ്മളെ കണ്ണുകൊണ്ട് പോലും കാണാത്തൊരു സംഭവം അവൾ സിഹർ ചെയ്തു എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും പറയാൻ പാടില്ല. ഒരിക്കലും നമ്മളത് പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഒന്ന് ലോക്ക് ചെയ്തില്ല. നമ്മളെ ഭാഗത്തോട്ട് വരാതെ അവരുടെ പാടായി അവർ ജീവിച്ചോട്ടെ. നമ്മളെ ശല്യം ചെയ്യാൻ വരാതിരിക്കാൻ നമുക്കൊരു അമല് ചെയ്യാം, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ അമല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ ഒന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് ഓതണം. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്തൊന്ന് കൈവെക്കുക. നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോടൊന്ന് പറയാം, അള്ളാഹുവേ, പീരിയഡ്സുള്ള ആളുകൾക്കൊക്കെ ഇത് വേണമെങ്കിൽ പറയാം, അള്ളാഹുവേ റബ്ബേ, ഞാൻ ഒരുപാട് പ്രയാസത്തിലാണ്, ഞാൻ ഒരുപാട് പ്രതിസന്ധിയിലാണ്, ഒരുപാട് വിഷമിച്ചിട്ടാണ് അല്ലാഹ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്താൻ, എൻ്റെ മക്കളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്താൻ വേണ്ടി ആരൊക്കെ
എന്തൊക്കെ ചെയ്തു വെക്കുന്നുണ്ടോ, ഏതൊക്കെ ശത്രുക്കളുണ്ടോ, അവരെയൊക്കെ നീ പരാജയപ്പെടുത്തി തരണം റഹ്മാനെ. അവരെയൊക്കെ നീ പരാജയപ്പെടുത്തി തരണം റഹ്മാനെ. അവരെയൊക്കെ നീ പരാജയപ്പെടുത്തി തരണം റഹ്മാനെ. ഞാൻ ഈ ചെയ്യുന്ന അമല് കൊണ്ട് റബ്ബേ എല്ലാ ശത്രുക്കളുടെയും കെട്ട് നീ ഞങ്ങൾക്ക് പൊട്ടിച്ചു തരണം അല്ലാ. നീ ഞങ്ങൾക്ക് പൊട്ടിച്ചു തരണം അല്ലാ. നീ ഞങ്ങൾക്ക് പൊട്ടിച്ചു തരണം അല്ലാ. ഇനി ഈ കൈയെടുത്തോളൂ. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ പറയുന്നത് പോലെ ഒരു 3 ഫാത്തിഹയും 3 ഇഖ്ലാസും 3 മുഅവ്വിദത്തൈനിയും എൻ്റെ കൂടെ ഓതുക. അതേപോലെ തന്നെ ഫീൽ സൂറത്തും എൻ്റെ കൂടെ ഒന്ന് ഓതുക ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ ഖൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അള്ളാഹു നമ്മൾ ഓതിയ ഈ സൂറത്തിൻ്റെയും ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഫാത്തിഹ സൂറത്ത്, ഫീൽ സൂറത്ത് അടക്കമുള്ള എല്ലാ സൂറത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട്, ഖുർആനു ഷരീഫിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ശത്രുക്കളെയൊക്കെ അള്ളാഹു പരാജയപ്പെടുത്തി തരട്ടെ. എല്ലാ ശത്രുക്കളെയും അള്ളാഹു നമുക്ക് പരാജയപ്പെടുത്തി തരട്ടെ. നമ്മൾ ജീവിക്കാൻ, മുന്നോട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ആരൊക്കെ ഇടങ്കോലിട്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. നമ്മളെ അള്ളാഹു ഇത്തരം കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും നമ്മുടെ റിസ്കിനോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ആരോഗ്യത്തിലോ നമ്മളെ ഒരു മേഖലയിലും അള്ളാഹു ഒരു തകർച്ച തരാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമുക്കിട്ട് പണി തരുന്ന ആൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഏത് അമൽ ചെയ്യുമ്പോഴും അള്ളാൻ്റെ
സഹായം കൊണ്ടല്ലാതെ ഒന്നും തന്നെ നടക്കൂല. നമുക്കറിയാലോ, അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് ഖളാഹുൽ ഹാജത്ത് നിസ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്നിട്ട് വുളുവോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹിനോട് പറയാം, പടച്ചോനെ, ഫീൽ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എനിക്കിട്ട് പണി തരുന്ന ആരൊക്കെയുണ്ടോ അവരെ ഒക്കെ നീ തകർത്ത് റബ്ബേ എന്നിൽ നിന്നും നീ തകർത്ത് മാറ്റിക്കളയണം. എനിക്ക് ഇനി അവരുടെ ഒരു മുസീബത്തും ഏൽക്കാൻ പാടില്ല. എനിക്കിനി അവരെ ഒരു പ്രയാസം ഏൽക്കാൻ പാടില്ല. അവരെ കൊണ്ട് ഞാനിനി നരകിക്കാൻ പാടില്ല. ഞാനൊരു ഭാഗം നന്നാക്കി വരുമ്പോൾ എൻ്റെ ഒരു ഭാഗം തകർക്കുന്ന അവരുടെ മുസീബത്തിനെ തൊട്ട് റബ്ബേ നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ്, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വെള്ള പേപ്പറിൽ ഒരു കറുപ്പ് മഷി പെന്ന് കൊണ്ട് ഫീൽ സൂറത്തിനെ ഒറ്റ അക്ഷരത്തിലൊന്നും അങ്ങോട്ട് എഴുതുക. ഒറ്റ അക്ഷരത്തിൽ ഫീൽ സൂറത്തൊന്നും അങ്ങോട്ട് എഴുതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി അങ്ങോട്ട് ഫീൽ സൂറത്ത് എഴുതുക. ഫീൽ സൂറത്ത് നിങ്ങൾ ഒറ്റ അക്ഷരത്തിൽ എഴുതിയതിന് ശേഷം ഈ പേപ്പർ മടക്കിയിട്ട് നിങ്ങൾ കയ്യിൽ പിടിക്കുക. എന്നിട്ട് ഇത് കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് ആരൊക്കെയാണോ ശത്രുക്കൾ, എത്ര ശത്രുക്കളുണ്ടോ അവരെ ഒക്കെ നിങ്ങൾ മനസ്സിൽ കരുതുക. ഈ ഫീൽ സൂറത്ത് നിങ്ങൾ ഇത് കയ്യിൽ പിടിച്ചിട്ട് ഫീൽ സൂറത്ത് നിങ്ങൾ അങ്ങനെ പാരായണം ചെയ്യുക. ആരെയാണോ നിങ്ങൾ മനസ്സിൽ കരുതുന്നത് അവരെ മനസ്സിൽ കരുതിയിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാളെയും നമുക്ക് എന്ത് ചെയ്യണ്ട, വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. ഒരാളും അവരുടെ സമ്പത്തോ വീടോ വാഹനമോ മക്കളോ ഒന്നും നമുക്ക് നശിച്ച് കാണണ്ട. നമുക്കതൊന്നും നമ്മൾ ആവശ്യമില്ല. ഒരാളും നമ്മളെ കൊണ്ട് നശിക്കാൻ പാടില്ല. ഒരാളെ കണ്ണിൽ നിന്നും ഒരു കണ്ണുനീര് ഞാനും നിങ്ങളും കാരണം വീഴാൻ പാടില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾ കാരണം ഒരു പുൽക്കൊടി പോലും വേദനിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസവും അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥമായ ഒരു നിയ്യത്ത് നിങ്ങൾക്ക് വേണം. അപ്പോൾ അള്ളാഹു നിങ്ങളെ ഉയർത്തി തരും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളെ ശത്രുക്കൾ ആരെയാണോ അവരിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം. അവരെ ഒന്ന് നമുക്ക് ലോക്ക് ചെയ്ത് തരണം. ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിൽ അവരെ വരാത്ത രീതിയിലൊന്ന് ലോക്ക് ചെയ്ത് തരണം. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പടച്ചോൻ പറയാം, പടച്ചോനെ ഓനായി ഓൻ്റെ പാടായി എന്നെ ഉപദ്രവിക്കാൻ പാടില്ല, എന്നിൽ നിന്നും അവനെ അകറ്റി തരണം. എനിക്കൊരു ശത്രുതയും ഉണ്ടാകാൻ പാടില്ല, എനിക്കവൻ്റെ ഒരു ഉപദ്രവം ഏൽക്കാൻ പാടില്ല. അവൻ്റെ എന്ത് പണി എനിക്ക് വരുന്നുണ്ടോ അത് തടയണം. അത് എന്ത് വേണമെങ്കിലും പടച്ചോൻ ചെയ്തോട്ടെ, നമുക്കത് അറിയണ്ട, അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. ഈ പേപ്പർ കയ്യിൽ പിടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 41 ദിവസം നിങ്ങൾ മുടങ്ങാതെ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ ഫീൽ സൂറത്ത് നിങ്ങളൊരു 11 പ്രാവശ്യമോ 21 പ്രാവശ്യമോ 41 പ്രാവശ്യമോ, തീരെ ഓതാൻ മടിയുള്ള ആളുകൾ, തീരെ ഓതാൻ താല്പര്യമില്ലാത്ത കഴിയാത്ത ആളുകളാണെങ്കിൽ ഒരു 7 തവണയെങ്കിലും എന്ത് ചെയ്യണം? ഇത് കയ്യിൽ പിടിച്ചിട്ട് ഓതണം. ഓരോ നിസ്കാരത്തിന് ശേഷവും ഓതിയാൽ നല്ലതാണ്. ഇനി ഓരോ നിസ്കാരത്തിന് ശേഷം ഓതാൻ പറ്റില്ലെങ്കിലോ രാവിലെയും രാത്രിയും ചെയ്താൽ മതി. ഇനി രാവിലെയും രാത്രിയും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരൊറ്റ നേരം ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കി. അബ്രഹത്തിൻ്റെ ആനപ്പടയെ അള്ളാഹു തകർത്തതാണ് വളരെ നിഷ്പ്രയാസം. എന്നതുപോലെ അള്ളാഹു നമ്മുടെ ശത്രുക്കളെയും പരാജയപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 41 ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, ഫലം കിട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അള്ളാഹു നമുക്ക് നല്ല നല്ല അമലുകൾ പറയാൻ നമുക്ക് വിധി തരട്ടെ, നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ നേരിട്ട് കാണാൻ ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഈ കഴിഞ്ഞ ബുധനാഴ്ച ഒരുപാട് ആളുകൾ വന്നിട്ട്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 40-50 ആളുകളോളം മടങ്ങിപ്പോയി. 40-50 ആളുകളോളം ഇവിടെ വന്ന് ടോക്കൺ എഴുതി വെച്ചതിന് ശേഷം അവർ മടങ്ങിപ്പോയി. എന്താണ് കാരണം? സമയമില്ല. ഇവിടെ വന്നാൽ നിൽക്കണം, കുറേ സമയം നിൽക്കണം, ഒരുപാട് തിരക്കുണ്ട്, കുറേ സമയം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? മിണ്ടാതെ പോയി. ചില ആളുകൾ തെറ്റിപ്പോയി. ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതല്ലേ, ഉസ്താദിനെ ഞങ്ങളൊന്ന് പരിഗണിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. വല്ലാത്തൊരവസ്ഥയാണ്, സങ്കടമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ദൂരത്തുനിന്ന് വരുന്ന ആളുകളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുന്ന ആളുകളുണ്ട്, പരിഗണിക്കാൻ പറ്റാതെ പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നേരിട്ട് വരുന്ന ആളുകൾ, ദൂരത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാതെ ഒരിക്കലും വരരുത്. നിങ്ങൾ വിളിച്ചിട്ട് പറയുക, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഒത്തിരി ദൂരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്, ഞങ്ങളൊന്ന് പെട്ടെന്ന് കഴിച്ചിലാക്കി തരണം, ഞങ്ങൾക്കൊരു ടോക്കൺ ഒന്ന് അവിടെ എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഉസ്താദുമാർ എഴുതി വെക്കും.
നിങ്ങളിത് ഒരുപാട് ദൂരത്ത് നിന്ന് മിണ്ടാതും പറയാതെയും ഇവിടെ വന്നിട്ട് നിങ്ങൾ ടോക്കൺ എഴുതി വെക്കുമ്പോൾ 40, 45, 60, 70 ആകും. രാവിലെ വന്ന ആൾ പോകാൻ രാത്രിയാവും. ബസ് കിട്ടൂല, ട്രെയിൻ കിട്ടൂല. അങ്ങനെ പല ആളുകളും പല പരാതികളും പറയാറുണ്ട്. അതുകൊണ്ട് നേരിട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത്, ദൂരത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വരിക. നിങ്ങൾ പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.